നമസ്കാരം, എല്ലാവർക്കും തെറ്റോ കോമ്പറ്റേറ്റീവ് എക്സാം കോണാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഇന്ന് തൊട്ടാണ് നമ്മളൊരു ടൈം ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങാം. 2 ടോപ്പിക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒന്ന് എക്കണോമിക്സും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും. ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ ഒരു 29-ാം തീയതി വരെ കൊണ്ട് തീർക്കത്തക്ക രീതിയിലാണ് ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ടൈം ടേബിളിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് 3 മാസത്തെ കറണ്ട് അഫയേഴ്സ് 2023 ജനുവരി ടു മാർച്ചിലെ കറണ്ട് അഫയേഴ്സും കൂടെ ഇത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾ നോക്കി തീർക്കണം. അപ്പം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ SCERT ഓൾറെഡി കവേർഡ് ആയിരിക്കും, NCERT കവർ ചെയ്തവരായിരിക്കും. പക്ഷെ ഒരുപാട് NCERT SCERT ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ ഇപ്പം നിലവിൽ പഠിക്കേണ്ട. SCERT വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാവർക്കും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നിന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും 10ാം ക്ലാസ്സിലേക്ക് ചാപ്റ്റർ പഠിക്കാനുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ പറ്റിയിട്ട് 9ലും 10ലും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എക്കണോമിക്സിനകത്ത് നിന്ന് 2 ചാപ്റ്റേഴ്സ് NCERT പഠിക്കണം. ഒന്ന് ചാപ്റ്റർ നമ്പർ 2 ക്ലാസ് 10 ആണ്. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി. അത് ഉറപ്പായിട്ടും ഒന്ന് വായിക്കുക. അതുപോലെ 12ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്പർ 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം, ഇത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത് നമ്മൾ പലവട്ടം നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ എല്ലാം തന്നെ പാർട്ട്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ പാർട്ടുകളെല്ലാം തന്നെ ടെലഗ്രാമിലോട്ട് ഇട്ടേക്കാം. ഇന്ന് തന്നെ ഇട്ടേക്കാം. അത് കണ്ടിട്ട് വേണ്ടവർ പഠിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇനി എക്സ്ട്രാ കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എക്സ്ട്രാ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ക്ലാസ് 10ന്റെ MCQ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതൊരു വീഡിയോ ആയിട്ട് ഇടും. അത് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഇപ്പൊ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ വീഡിയോ ഞാൻ ഇട്ട് തരുമെന്ന് പറഞ്ഞില്ലേ ടെലഗ്രാമിൽ, അത് നോക്കിയിട്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുക. അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ UPSC മോഡലിൽ ഈ ചോദ്യങ്ങൾ പ്ലസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ 21-ാം തീയതി കൂടി എക്കണോമിക്സ് തീർക്കല്ലേ. ആ എക്കണോമിക്സ് തീർന്നതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. GDP പോലെയുള്ള കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള GDP GNP എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യും മീൻസ് ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളും കൂടെ ആ കൂട്ടത്തിൽ പഠിച്ചു പോവുക. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ 3 മാസത്തെ മാത്രമല്ല, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ഈ GDP ഒക്കെ നമ്മൾ നിലവിലത്തത് നോക്കിക്കൂടെ മുന്നോട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ടെലഗ്രാമിന് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെയും കൊടുത്തേക്കാം. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് 2 ചാപ്റ്റേഴ്സ് പഠിക്കുക. അത് SCERT നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെയുള്ളതിൽ അറിയാമല്ലോ, ഇത്രയും വർഷങ്ങളായിട്ട് പഠിക്കുന്നവരല്ലേ. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോയുടെ ലിങ്കും കൂടെ തരാം, ചോദിക്കുന്നവർക്ക് തരാം. ഇപ്പൊ നിലവിൽ നിങ്ങൾ 11ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്പർ 1ഉം 2ഉം മാത്രം പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റൈറ്റ്സ്, ഈ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രിയാമ്പിള്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും എന്തായിരിക്കും പഠിക്കേണ്ടത്? നിങ്ങൾ വേറെ എങ്ങോട്ടും നോക്കണ്ട. നിങ്ങളുടെ പ്രിലിംസിനും ഇനി അതുപോലെ തന്നെ LSDAയുടെ ഒക്കെ മെയിൻസിന് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന സെക്ഷനകത്താണെങ്കിലും ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി നമ്മൾ അറിഞ്ഞിരുന്നേ ഒക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്തതാണ്. ആ വീഡിയോ ഞാൻ ടെലഗ്രാമിൽ ഒന്നും കൂടെ ഇട്ടേക്കാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും അത് കണ്ടതാണ്, പഠിച്ചതുമാണ്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതും നിങ്ങൾ പഠിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന MCQ ചോദ്യങ്ങളായിരിക്കും നമ്മൾ മാക്സിമം ഈ ഒരു 5 ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ മാക്സിമം MCQ ഞാൻ തരാം. നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് പോത്തതേ ഉള്ളൂ. ആദ്യം തൊട്ട് ഇനി ക്ലാസ്സുകൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത ക്ലാസ്സുകളാണ് അതെല്ലാം തന്നെ. അതുകൊണ്ട് അത് ഫോളോ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ ബേസിക് ആയിട്ടെങ്കിലും ഒന്ന് വായിച്ചിരിക്കുക. അതിനുശേഷം മാക്സിമം MCQ ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങൾ, UPSC സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ സ്റ്റാൻഡേർഡ് ബുക്സിനകത്ത്, എക്കണോമിക്സിനകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡ് ബുക്സിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് +1-ലെ +2-ലെയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ സിലബസ് റിലേറ്റഡ് ആയിട്ട്, അത് ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്സ് വാങ്ങിക്കാൻ, ഇപ്പൊ രമേശ് സിംഗ് എന്നും ഒക്കെ ഓരോരുത്തരൊക്കെ പറയും, ശങ്കർ ഗണേഷ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങിക്കാൻ പൈസയും കൂടെ വേണം.
അപ്പം നിലവിൽ അത്രയും പൈസ ചെലവാക്കി വാങ്ങിക്കാൻ കഴിയാത്തവര് ജസ്റ്റ് നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ് കിട്ടും. അതൊക്കെ ഡിസ്കസ് ചെയ്യുക. അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. എവിടെ നിന്നൊക്കെ നമുക്ക് നല്ല മെറ്റീരിയൽസ് കിട്ടുമോ, നല്ല ക്ലാസ്സസ് അവൈലബിൾ ആണോ, അതൊക്കെ നിങ്ങളൊന്ന് കാണുക. എല്ലാത്തിലും ഉപരിയായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, ഇന്ത്യൻ പൊളിറ്റിക്കും ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കുക. നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും മാക്സിമം പ്രീവിയസ് ചോദ്യങ്ങൾ, MCQ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും ഒരു വേർഡ് മീൻസ് എന്താണ്, നമുക്ക് ഒരു 20 ചോദ്യങ്ങൾ, MCQ ചോദ്യങ്ങൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ആ വീഡിയോയും കൂടെ കാണുക. കൂട്ടത്തിൽ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചിരിക്കണം. വായിക്കുകയെങ്കിലും ചെയ്തിട്ട് വേണം ആ വീഡിയോ കാണാൻ. വൈകിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി വായിച്ചതിന് ശേഷം ആ 20 MCQ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു ചാപ്റ്റർ അങ്ങ് ഉറങ്ങും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. താഴെ ഞാൻ ഇടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത ആ ഒരു വീഡിയോയുടെ ലിങ്കും ടെലഗ്രാമിന്റെ ലിങ്കും മാത്രം താഴെ കൊടുക്കും. ടെലഗ്രാമിനകത്ത് ഈ പറയുന്ന ചാപ്റ്റേഴ്സിന്റെ എല്ലാം തന്നെ വീഡിയോസ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.